ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. മൂന്നാം ക്ലാസ്സിലെ ആനുവൽ ഇവാലുവേഷൻ 2024-25 വർഷത്തെ അറബിക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ HS അറ്റാച്ച്ഡ് ആയിട്ടുള്ള സ്കൂളുകൾ നടന്നിട്ടുള്ള എക്സാമാണ്. അപ്പോൾ നാളെ കൂട്ടുകാർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സ്കൂളുകൾക്ക് നാളെ എക്സാമാണ്. അപ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ വന്നിട്ടുണ്ടായിരുന്നത്, അവയുടെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. റെഡിയാണോ? അപ്പോൾ 2 മണിക്കൂറാണ് നിങ്ങളുടെ എക്സാം എഴുതാനുള്ള സമയം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നെക്രൗൽ ഫിക്ര വനുജീബു. ഫിക്ര എന്ന് പറഞ്ഞാൽ പാരഗ്രാഫ്. അപ്പോൾ താഴെ ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്, അത് വായിക്കുക. എന്നിട്ട് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതേപോലെ തന്നെ ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിന് ആൻസർ കണ്ടെത്താനാണ് ഉണ്ടാവുക. അപ്പോൾ കൂട്ടുകാർ തന്നിട്ടുള്ള പാരഗ്രാഫ് എന്താണോ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക, എന്നിട്ട് ഓരോ ആൻസേഴ്സായിട്ട് എഴുതുക. ഓക്കെ. ذهب جاسم مع أبيه إلى السوق المركزي مساء لشراء الأدوات المدرسية. എന്താണ് ജാസിം പോയി. മാ അബീഹി ആരുടെ കൂടെയാണ്? മാ അബീഹി അവൻ്റെ ഉപ്പയുടെ കൂടെയാണ് പോയത്. എങ്ങോട്ടാ പോയത്? ഇലാ സൂക്കിൽ മർക്കസി അവന് സൂക്കിൽ മർക്കസിലേക്കാണ് പോയത്. ഓക്കെ. മസാഅൻ വൈകുന്നേരം പോയി. എന്തിനു വേണ്ടിയാണ്? ഷിറാ അവനിക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. അദവാത്തുൽ മദ്രസിയ പഠനോപകരണങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. റഅ ജാസിമും ഫിസൂക്കി കായിമത്തൽ അസ്ആരി ഫക്കർ അഹ എന്താണ്? അങ്ങനെ ജാസിം അവിടെ കണ്ടു, ആ സൂക്കിൽ മർക്കസിയിൽ കണ്ടു എന്ത്? കായിമത്തുൽ അസ്ആർ വില വിവര പട്ടിക കണ്ടു. ഫക്കർ അഹ അങ്ങനെ അവന് അത് വായിക്കാൻ വേണ്ടി തുടങ്ങി. ഇസ്തറ ജാസിമുൻ കിതാബൻ വാഹിദൻ അങ്ങനെ അവന് ഒരു പുസ്തകം വാങ്ങിച്ചു. സലാസത്ത് അഖ്ലാമൻ 3 പെന്ന് വാങ്ങിച്ചു. വഖുറത്തൻ ഉൽബത്തൻ ഒരു ബോളും അതുപോലെ ഒരു കളിക്കുന്ന ഒരു ഇതൊക്കെ വാങ്ങിച്ചു. സുമ്മ റജഅ ഇലൽ ബൈതി ഫി ഹാഫില അങ്ങനെ അവന് തിരിച്ച് ബസ്സിൽ വീട്ടിലേക്ക് മടങ്ങി. നെഹ്താറു ജവാബ് സ്വഹീഹൻ മിനൽ ഇഹ്ലാലൈനി വനക്തുബു. അപ്പോൾ താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനാണ് പറഞ്ഞത്. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള പാരഗ്രാഫ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു പാരഗ്രാഫാണ്. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എന്ന്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് മത്താ ദഹബ ജാസിമും അബൂഹു ഇല സൂക്കിൽ മർക്കസി. എപ്പോഴാണ് ജാസിമും അവൻ്റെ ഉപ്പയും കൂടെ നമ്മുടെ സൂക്കിൽ മർക്കസിലേക്ക് പോയത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എപ്പോഴായിരുന്നു കൂട്ടുകാരെ? ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. സ്വബാഹ് എന്ന് പറഞ്ഞാൽ മോർണിംഗ്, ലുഹർ എന്ന് പറഞ്ഞാൽ ഉച്ച സമയത്ത്, മസാഅൻ ഈവനിങ്. എപ്പോഴാണ് പോയിട്ടുണ്ടായിരുന്നത്? മസാഅൻ വൈകുന്നേരമാണല്ലേ. അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യുക? മസാഅൻ എന്നുള്ളത് ഇവിടെ എഴുതുക. ഓക്കെ, മസാഅൻ. രണ്ടാമത്തെ ചോദ്യം കം സേറലി കിതാബിൻ വാഹിദ് ഒരു പുസ്തകത്തിൻ്റെ വില എത്രയാണ്? ഇവിടെ നോക്കുക, പുസ്തകം എവിടെയാണ്? ഇവിടെയാണുള്ളത് അല്ലേ. അതിൻ്റെ വില എന്ന് പറയുന്നത് 20 ആണ്. ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുള്ളത് 100, 20, 15. അപ്പോൾ ഉത്തരം ഏതാണ്? 20. അപ്പോൾ അത് ഇവിടെ 20 എന്ന് എടുത്തെഴുതുക. ഇനി അടുത്തത് മൂന്നാമത്തേതാണ് ഐന വജദ ജാസിം കായിമത്തുൽ അസ്ആർ. എവിടെയാണ് ജാസിം കായിമത്തുൽ അസ്ആർ കണ്ടത്? എന്താണ്? വില വിവര പട്ടിക എവിടെയാണ് കണ്ടത്? ഫിൽ ബൈത്ത് വീട്ടിലാണ്. ഫിസൂക്കിൽ മർക്കസി സൂക്കിൽ മർക്കസിലാണ്. ഫിൽ ഹാഫില ബസ്സിലാണ്. എവിടെയായിരുന്നു? ഫിസൂക്കിൽ മർക്കസി ആണല്ലേ. അപ്പോൾ അവിടെ ഇവിടെ എടുത്തെഴുതുക, ഫിസൂക്കിൽ മർക്കസി എന്ന് എടുത്തെഴുതുക. ഓക്കെ. ഇനി കം സീറലി കുറത്തിയും വാഹിദ് ഒരു ബോളിന് എത്ര രൂപയാണ്? 100, 80, 90. ഇവിടെ നോക്കൂ, കുറത്ത് എവിടെയാണ്? ഇവിടെയാണ്. എത്രയാണ്? 100 രൂപയാണ് അല്ലേ. ഉത്തരം എന്ന് പറയുന്നത് 100 ആണ്. അപ്പോൾ 100 എന്ന് ഇവിടെ എഴുതുക. ഇനി കം കലമൻ ഇസ്തറ ജാസിം എത്ര പേനയാണ് വാങ്ങിച്ചത്? 4, 2, 3. എത്രയാണ്? 3 പെന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇവിടെ 3 എന്ന് എഴുതുക. അപ്പോൾ ഇതാണ് തന്നിട്ടുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരവും. വളരെ സിമ്പിളായിട്ടുള്ള പാരഗ്രാഫും വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യവുമാണ്. ഓക്കെ. ഇനി നമുക്ക് അടുത്ത പേജ് നോക്കാം. അടുത്തത് ഹസല ജാസിം അല ബിത്താക്കത്തിൽ ഹുവിയ മിനൽ മദ്രസ. എന്താണ്? നമ്മുടെ ജാസിമിന് സ്കൂളിൽ നിന്നും ഒരു ഐഡൻറ്റിറ്റി കാർഡ് കിട്ടി. നോദിൽ ബത്താക്ക മിസ്ലിഹ. അപ്പം ഇതേപോലെ നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ ഒരു ബത്താക്ക ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ തന്നിട്ടുള്ളത് നമുക്ക് വായിച്ചു നോക്കാം. ഒന്നാമത്തേത് ഇസ്മ് എന്ന് പറഞ്ഞാൽ പേര്. സഫ് സാലിസ് എന്ന് പറഞ്ഞാൽ 3ാം ക്ലാസ്. ഉമ്ര വയസ്സ് എത്രയാണ്? ഇസ്മുൽ ഉമ്മയുടെ പേരെന്താണ്? ഇസ്മുൽ അബ് ഉപ്പയുടെ പേരെന്താണ്? മക്കാന് സ്ഥലം എവിടെയാണ്? അപ്പം ഇതേപോലെ ഇവിടെ എന്താണ്? ഇസ്മു നിങ്ങളുടെ പേര് എഴുതി കൊടുക്കുക. ഓക്കെ, പേര്. സഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലാസ്. ഉമ്ര എന്ന് പറഞ്ഞാൽ വയസ്സ്. ഇസ്മുൽ പറഞ്ഞാൽ ഉമ്മയുടെ പേര്. ഇസ്മുൽ അബ് ഉപ്പയുടെ പേര്.
മക്കാൻ സ്ഥലം, ഇത്രയും സംഭവങ്ങളാണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങളുടേതാണ്, നിങ്ങൾ കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. അടുത്ത പേജ് നോക്കൂ. നുമയ്യസു വനക്തുബ് സഹിഹ വ ഐറ സഹിഹ്. ഇവിടെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകൾ, കുറച്ച് പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ശരിയായത് ഏതൊക്കെയാണ്, തെറ്റായത് ഏതൊക്കെയാണെന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് ശരിയും തെറ്റും ഇവിടെ താഴെ തന്നിട്ടുള്ള ഈ ഒരു കോളത്തിൽ നിങ്ങൾ എഴുതി കൊടുക്കണം. ഓക്കെ, സഹീഹ് എന്ന് പറഞ്ഞാൽ ശരിയായത്, ഇവിടെ എന്താണ് തെറ്റായത്. ഒന്നാമത്തേത് എത്തനാവൽ സൽമാൻ അൽ ഫത്തൂറ ഫി സ്വബാഹ്. സൽമാന് രാവിലെ എന്ത് കഴിക്കും, ഫത്തൂറ ഭക്ഷണം കഴിക്കും, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അതെന്താണ്, ശരിയായിട്ടുള്ള കാര്യമാണ്. അപ്പം അതെവിടെ എഴുതണം, ഇവിടെ എഴുതണം. ഓക്കെ, ഇനി രണ്ടാമത്തേത് നോക്കൂ. ലാ തുലിയ വക്തിക ബില്ലാബി അലൽ ജവ്വാല. ലാ തുലിയ നിങ്ങൾ ചെലവഴിക്കരുത്, വക്തിക നിങ്ങളുടെ സമയങ്ങൾ, ബില്ലാബ് അലൽ ജവ്വാല ഫോണിൽ കളിക്കാൻ വേണ്ടി നിങ്ങളുടെ സമയങ്ങൾ ചെലവഴിക്കരുത്. അതും ശരിയാണ്. അപ്പം അതും ഇവിടെ തന്നെ എഴുതുക. ഇനി അടുത്തത് അന്നവാഫത്തു ലൈസ മിനൽ ഇഹ്സാൻ. എന്താണ്, വൃത്തി എന്ന് പറയുന്നത് നല്ല ഒരു കാര്യമല്ല എന്നാണ് പറയുന്നത്. അതെന്താണ്, തെറ്റാണ്. അപ്പം അതെവിടെ എഴുതണം, ഇവിടെ എഴുതണം. ഇനി അടുത്തത് യുനൗലിഫു ജാസിറുൻ അസ്നാൻ കബലൻ നൗം. ജാസിർ ഉറങ്ങുന്നതിന് മുന്നേ പല്ലുകളൊക്കെ വൃത്തിയാക്കാറുണ്ട്. അതെന്താണ്, ശരിയായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ എഴുതി കൊടുക്കുക. ഇനി അവസാനത്തേത് അൽ ജവ്വാലു കുല്ലുഹു ഐറുൻ. എന്താണ്, ഫോൺ എന്ന് പറയുന്നത് നല്ല ഒരു കാര്യമാണെന്നാണ് പറയുന്നത്. അല്ല അല്ലേ, അപ്പോൾ അത് തെറ്റാണ്. അപ്പോൾ അത് ഇവിടെ എഴുതി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഇത് കറക്റ്റ് ചെയ്ത് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ തന്നിട്ടുള്ളത് എന്താണോ പ്രസ്താവനയുള്ളത് അത് വായിക്കുക, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി എഴുതുക. ഇനി അടുത്ത ചോദ്യം നോക്കാം. അടുത്തത് നെഹ്താറുൽ ജുംല മുനാസിബൽ ലിസൂറത്തി വനുക്കമ്മിൽ. താഴെ നമുക്ക് കുറേ പിക്ചറുകൾ തന്നിട്ടുണ്ട്, ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. അതിനനുസരിച്ച് ഇവിടെ നിന്നും ജുംല എടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ജുംല എന്ന് പറഞ്ഞാൽ സെൻറ്റൻസുകൾ. ഒന്നാമത്തെ നോക്കാം. യദ്ഹബ് റാഷിദുൻ ഇലൽ മദ്രസ. റാഷിദ് മദ്രസയിലേക്ക് പോകുന്നത്. രണ്ടാമത്തത് തലൗ മാജിദ അൽ കിതാബ ഫിൽ ഹക്കീബ. എന്താണ്, മാജിദ വെച്ചു, എന്ത് വെച്ചു, കിതാബ് വെച്ചു, ഫിൽ ഹക്കീബ ബാഗിൽ വെച്ചു. അപ്പോൾ മാജിദ ബാഗിൽ കിതാബ് വെച്ചു. മൂന്നാമത്തത് എസ്തഹിമു മിൻഹാജ് ഫിൽ ഹമ്മാം. എന്താണ്, മിൻഹാജ് ബാത്റൂമിൽ പോയിട്ട് കുളിച്ചു. തുനല്ലിഫുൽ ഹന്നൽ അസ്നാൻ. ഹന്ന പല്ലുകളൊക്കെ വൃത്തിയാക്കി. യക്റൗ അൻവർ അൽ ജരീദ യൗമിയ. അൻവർ പത്രം വായിക്കുന്നു. ഇസ്തൈഖദ റാഷിദ് മിനൻ നൗമി മുബക്കിറൻ. റാഷിദ് ഉറക്കത്തിൽ നിന്നും നേരത്തെ എഴുന്നേറ്റു. ഇതാണ് തന്നിട്ടുള്ള ജുംലകൾ. ഇനി നമുക്ക് ഓരോ പിക്ചേഴ്സ് ആയിട്ട് നോക്കാം. ഒന്നാമത്തേത് നോക്കൂ, റാഷിദ് എഴുന്നേൽക്കുന്നതാണല്ലേ. അപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ട് ഇസ്തൈഖദ റാഷിദ് മിനൻ നൗമി മുബക്കിറൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് എന്താണ്, മിൻഹാജ് കുളിക്കുന്നതാണ് അല്ലേ. അപ്പോൾ എസ്തഹിമു മിൻഹാജ് ഫിൽ ഹമ്മാം എന്നവിടെ എഴുതി കൊടുക്കുക. ഇനി അടുത്തത് നോക്കൂ, നമ്മുടെ ഹന്ന പല്ല് തേക്കുന്നതാണ്. തുനല്ലിഫുൽ ഹന്ന അൽ അസ്നാൻ. ഇനി അടുത്ത എന്താണ്, റാഷിദ് മദ്രസയിലേക്ക് പോകുന്നതാണ്. യദ്ഹബു റാഷിദ് ഇലൽ മദ്രസ. റാഷിദ് മദ്രസയിലേക്ക് പോകുന്നു. ഇനി അടുത്തത് ഒരു കുട്ടി എന്താണ്, പത്രം വായിക്കുന്നതാണ്. അതുമായി ബന്ധപ്പെട്ടത് ഏതാണ്, യക്റൗ അൻവർ അൽ ജരീദ അൽ യൗമിയ എന്നുള്ളതാണ്. ഇനി എന്താണ്, ഒരു കുട്ടി പുസ്തകമൊക്കെ ബാഗിൽ വെക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട സെൻറ്റൻസ് തലൗ മാജിദ അൽ കിതാബ് ഫിൽ ഹക്കീബ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ജസ്റ്റ് ചിത്രം നോക്കുക, അതിലെന്താണോ കൊടുത്തിട്ടുള്ളത് അതിനനുസരിച്ചിട്ട് ഓരോന്നായിട്ട് എഴുതുക. ഇനി അടുത്ത ചോദ്യം നോക്കാം. അൻഷദ ജാസിമും വാസ്തികാഹു നഷീദുൻ അയ്യാനു കമ്മിൽ. എന്താണ്, ജാസിം കൂട്ടുകാരോടൊത്ത് ഒരു പാട്ട് പാടുകയാണ്. അപ്പോൾ അത് ബാക്കിയുള്ളത് നുക്കമ്മിൽ പൂരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. കാലൽ ഫീലു ലൗനി അസദ്. എന്താണ്, ഫീൽ എന്ന് പറഞ്ഞാൽ ആനയുടെ നിറം എന്ന് പറയുന്നത് ബ്ലാക്ക് ആണ്, കറുപ്പാണ്. ലൗനി അസ്വദും കാലൽ ഫീൽ. എന്താണ്, അപ്പോൾ അസ്വദ് ഫീല് പറയാണ് എൻ്റെ നിറം കറുപ്പാണെന്ന് പറയാണ്. കാലൽ ഉറാബു ലൗനി അസ്വദ്. അപ്പോൾ ഉറാബിൻ്റെ നിറം എന്താണ്, കറുപ്പാണ്. അപ്പോൾ അവിടെ എന്താ അടുത്തതായിട്ട് എഴുതി കൊടുക്കേണ്ടത് കൂട്ടുകാരെ, നമുക്ക് അടുത്തതായിട്ട് എഴുതേണ്ടത് ലൗനി അസ്വദ് കാലൽ ഉറാബ് എന്ന് എഴുതി കൊടുക്കാം. ഇനി ലൗനി അഹ്ലർ എന്നാണുള്ളത്. അഹ്ലർ എന്ന് പറഞ്ഞാൽ ഏതാണ് നിറം, പച്ചയാണ് അല്ലേ, പച്ച നിറമാണ്. പച്ച നിറത്തിലുള്ളത് ഏതാണ്, വറക്ക, ലീഫാണ്. ലീഫ് എന്ന് പറഞ്ഞാൽ ഇലകളാണ്. അപ്പോൾ കാലൽ വറക്കു ലൗനി അഹ്ലർ എന്ന് എഴുതി കൊടുക്കുക. ലൗനി അഹ്ലർ കാലൽ വറക്ക്. അടുത്തത് എന്താണ്, ഇവിടെ അസ്ഫറാണ് കൊടുത്തിട്ടുള്ളത്. അസ്ഫർ എന്ന് പറഞ്ഞാൽ മഞ്ഞ നിറമാണ്. ഓക്കെ, അപ്പോൾ കാലൽ മൗസ്. മൗസ് എന്ന് പറഞ്ഞാൽ പഴം. പഴത്തിൻ്റെ നിറം എന്താണ്, മഞ്ഞയാണ്. അപ്പോൾ കാലൽ മൗസു ലൗനി അസ്ഫർ. ലൗനി അസ്ഫർ കാലൽ മൗസ്. അടുത്തത് കാലൽ സഹ്റു. സഹ്റു എന്ന് പറഞ്ഞാൽ പൂവ്. ലൗനി ഏത് കൊടുക്കാം, അവിടെ അഹ്മറാണ്. അഹ്മർ എന്ന് പറഞ്ഞാൽ റെഡ് ആണ്. ഓക്കെ, ചുവപ്പ് നിറമാണ്, ചുവപ്പ്.
ലൗനി അഹ്മർ കാലൽ അസ്ഹർ, ഇങ്ങനെയാണ് എഴുതി കൊടുക്കേണ്ടത്. അപ്പോൾ ഇത്രയുമായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്, അതും കൂടെ നമുക്കൊന്ന് നോക്കാം. അവസാനത്തെ ചോദ്യമാണ് വസലൽ ഉറാബ് ഇലൽ ബുസ്താനി ജാസിമൻ. എന്താണ്? ഉറാബ് ജാസിമിനെയും കൂട്ടി ബുസ്താനിലേക്ക് എത്തി. ബദാൽ ഉറാബ് എബക്കി, അങ്ങനെ ഉറാബ് കരയാൻ വേണ്ടി തുടങ്ങി. ഉറാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാക്ക. ഫസമിയ ജാസിം ബക്കാഹോ, അങ്ങനെ ജാസിം അത് കേട്ടപ്പോൾ ജാസിം എന്താണ്, അവർ തമ്മിൽ ഒരു വിവാദം നടക്കുകയാണ്, എന്തിനാണ് കരയുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് ആദ്യം വായിച്ചു നോക്കാം. അഹദ സിഞ്ചാബ് ഫറഹ ഫസക്കത്ത, എന്താണ്? സിഞ്ചാബിനെ എടുത്തു, അതിൽ സന്തോഷമായി എന്നാണ് പറയുന്നത്. അന ഉസായിദുക്ക, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം. ഐനൽ ഫറഹ്, നിന്റെ കൂടെ എവിടെയാണ്? സക്കത്ത മിനൽ ഉഷ്, അത് കൂട്ടിൽ നിന്നും വീണു. അപ്പോൾ ഇവിടെ ജാസിം ചോദിക്കുകയാണ് മാതാ എന്താ പറ്റിയത്? അപ്പോൾ ഉറാബ് പറയാണ് ഫറഹി ഫറഹി എന്ന് പറയാണ്. ജാസിം ചോദിക്കുകയാണ് മാതാ അസാബൽ ഫർഹ്, എന്താണ് നിന്റെ കുട്ടിക്ക് പറ്റിയത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എന്തായിരിക്കും പറയാം? സക്കത്ത മിനൽ ഉഷ് എന്ന് പറയും അല്ലേ. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? ഇതാണ് ആദ്യം എഴുതേണ്ടത്, സക്കത്ത മിനൽ ഉഷ് എന്ന് എഴുതുക. അപ്പോൾ ജാസിം ചോദിക്കുകയാണ് കൈഫ, എങ്ങനെയാണ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എന്താ പറയുന്നത്? അപ്പോൾ എങ്ങനെയാണ് എടുത്തോണ്ട്? അപ്പോൾ പറയാണ് അഹദ സിഞ്ചാബ്, സിഞ്ചാബ് എടുത്തു, ഫറഹ, എൻ്റെ ഫറഹിനെ സിഞ്ചാബ് എടുത്തു, അപ്പോൾ അത് വീണ് പോയി എന്ന് പറയാണ്. അപ്പോൾ ജാസിം എന്തോ ചോദിക്കുന്നുണ്ടല്ലോ, എന്തായിരിക്കും? ഐനൽ ഫറഹ് എന്നായിരിക്കും ചോദിക്കുന്നുണ്ട്. അവ എവിടെയാണ് എന്ന് ചോദിക്കും. പുറാബ് പറയും തഹ്തഷജറ, അത് മരത്തിൻ്റെ താഴെയുണ്ട് എന്ന് പറയാണ്. അപ്പോൾ ജാസിം എന്ത് പറയും? അന ഉസായിദുക്ക, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം എന്ന് പറയാണ്. പുറാബ് എന്ത് പറയും? ശുക്രൻ എന്ന് പറയും അല്ലേ, ശുക്രൻ. അപ്പോൾ അഫുവൻ എന്ന് പറഞ്ഞ് ജാസിം ഈ സംഭാഷണം അവസാനിപ്പിക്കും. അപ്പോൾ ഇങ്ങനെയാണ് സംഭാഷണം എഴുതേണ്ടത്. അപ്പോൾ അവിടെ തന്നിട്ടുള്ള ഓപ്ഷൻസ് നോക്കുക, എന്നിട്ട് ഓരോന്നായിട്ട് എഴുതുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. എല്ലാവർക്കും A+ തന്നെ കിട്ടട്ടെ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.